ഉണരുന്നിടം തൊട്ട് ഉറങ്ങും വരെ നമ്മൾ ഓർക്കാൻ മറക്കല്ലേ. ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ മക്കളെ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ പൊന്നുമോര്. രക്ഷപ്പെടൂലടാ, രക്ഷപ്പെടൂലടാ. ഉമ്മാന്റെ ശാപം വാങ്ങല്ലേ. നമ്മുടെ ഉമ്മയെങ്ങാനും മനസ്സ് നൊന്തട്ടി എന്തെങ്കിലും പറഞ്ഞു പോയാ പൊന്നുമോനെ രക്ഷപ്പെടുമെന്ന് നീ കരുതല്ലേ. നിന്റെ ഉമ്മയുടെ കാഴ്ചവട്ടിലാ സ്വർഗം കിടക്കുന്നത്. ശ്രദ്ധിക്കുക, ഇന്ന് മനുഷ്യർക്ക് രഹസ്യമായ സമയങ്ങളും സന്ദർഭങ്ങളും എമ്പാടുമാണ്. മൊബൈൽ ഫോണും ഒരു വ്യക്തിയും മാത്രം മതി അയാളും തിന്മയും ഒറ്റക്കാവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗം ആളുകൾ വരും, രാത്രി ഖിയാമുൽ ലൈൽ വരെ നമസ്കരിച്ചവരാണ്, മറ്റൊരുപാട് നന്മകൾ ചെയ്തവരാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ധൂളികളാക്കി പറത്തിക്കളയും. എന്താണ് കാരണം? ഇദാ ഖലൗ ബിമഹാരിമില്ലാഹ് ഇൻതഹഖൂഹാ. അവരും ഹറാമും ഒറ്റക്കായാൽ ആ ഹറാം അവർ ചെയ്യും. അതാണ് അവരുടെ കുഴപ്പം. എന്ന് പറഞ്ഞാൽ താൻ ഒറ്റക്കായാൽ പിന്നെ ഒരു അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയേ ഇല്ല. ജനങ്ങളുടെ മധ്യത്തിൽ റബ്ബിനെ ഓർക്കുന്നു, എന്നാൽ ഒറ്റക്കാകുമ്പോൾ അള്ളാഹ് എന്ന ചിന്ത പോലും ഇല്ലെങ്കിൽ അമലുകൾ ബാത്തിലായി പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് റഹ്മാനായ റബ്ബിനെ രഹസ്യത്തിലും പരസ്യത്തിലും കാത്തു സൂക്ഷിക്കുക. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗം എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് ചലിക്കാൻ നാം പരിശ്രമിക്കുക, അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുക എന്ന ഒരു തിരിച്ചറിവോടുകൂടി സകല കർമ്മങ്ങളും ആ രൂപത്തിൽ ചെയ്തു മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.